ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നത്തെ അതിന്റെ വസ്തുതകളിൽ വിശകലനം ചെയ്തിട്ടുള്ളവർ സത്യസന്ധമായി തലയിൽ കൈവച്ചുകൊണ്ട് കോപാകുലരാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. മുമ്പ് ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉപയോഗിച്ചു കഴുകൻ കണ്ണുകളെ സംബന്ധിച്ച്. അർത്ഥപൂർണമാണ്, പക്ഷേ പ്രയോഗിക്കേണ്ട സ്ഥലം അതായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് വിശന്ന് മരിച്ചു വീഴായി കിടക്കുമ്പോൾ ഒരു കഴുകൻ കണ്ണുകളോടുകൂടെ കുഞ്ഞിന്റെ ശരീരത്തെ ഭക്ഷിക്കാൻ നിൽക്കുകയാണ്. ആ കഴുകൻ കണ്ണുകളോടുകൂടെ കേരളത്തെ, തകരുന്ന കേരളത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാർ, ചില അധമന്മാർ, അവന്മാരൊക്കെ ചേർന്ന് ഇന്ന് കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു കള്ളം, നട്ടാക്കുരുക്കാത്ത ഒരു പച്ച നുണ, ഒരു പച്ച കള്ളം ഉണ്ടാക്കിയെടുക്കുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം ഉണ്ടാക്കിയെടുത്ത പച്ചക്കള്ളം കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ചില അവന്മാർ ആ കള്ളത്തിന്, ആ പച്ചക്കള്ളത്തിന് വാർത്തയുടെയും പ്രചരണത്തിന്റെയും ഒരാവരണം നൽകുകയാണ്. നിങ്ങൾക്ക് ഇതേവരെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ദുരന്താനുഭവങ്ങളിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര ഗ്രാമനഗരാന്തരങ്ങളുണ്ട്? ഇതേപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഒക്കെ സംഭവിച്ചിട്ടുള്ള SDRFന്റെ NDRF പ്രകാരമുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, അതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള മെമ്മോറാണ്ടത്തിന്റെ മാനദണ്ഡം എന്താണ്? എനിക്കറിയില്ല. 9ാം ദിവസം NDRF സംഘം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സംഘം ഈ ദുരന്ത മേഖല സന്ദർശിക്കുന്നു. ദുരന്ത മേഖല സന്ദർശിച്ചതിനു ശേഷം വയനാട്ടിലാണെങ്കിലും ബ്ലാത്തൂരിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സന്ദർശനാനന്തരം മെമ്മോറാണ്ടം സമർപ്പിക്കാനാണ് പറയുന്നത്. BJP നേതാവിന്റെ എങ്ങനെയാണ് ശൈലി? നിങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേക വേറെ വല്ല സംവിധാനമുണ്ടോ? ദുരന്തം ഉണ്ടാകുമ്പോൾ 9ാം ദിവസം തന്നെ പ്രതീക്ഷിത വരുമാനം കൂടെ കൃത്യമായി കണക്കാക്കി ഇത്ര രൂപയെ ഞങ്ങൾക്ക് ചെലവുണ്ടോ എന്ന് ദീർഘദർശിത്വത്തോടുകൂടെ, പ്രവാചക സ്വഭാവത്തോടുകൂടെ കൊടുക്കുന്ന പണി BJPക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. കാരണം ശവപ്പെട്ടിയൊക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കിയ പഴയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരാണല്ലോ. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല. അപ്പൊ അത്തരത്തിലുള്ള ഏർപ്പാടുണ്ടെങ്കിൽ അങ്ങ് പറയണം. പക്ഷെ ആ ഏർപ്പാട് ഇവിടെ ഇല്ല. ഇവിടെ എങ്ങനെയാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന് വേണ്ടി കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ ഏത് ക്ലോസും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ജയ്ക്ക് ഒരു യുവജന നേതാവാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഈ ദുരന്തം നേരിടുമ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന് പറയാം. ഇതിലും ഭേദം നിങ്ങൾ അങ്ങ് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന. ഇത്തരം പണിയായി എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ ആക്ച്വൽസും എസ്റ്റിമേഷൻസും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മിനിമം ഒന്ന് പഠിക്കണം. നിങ്ങൾ ആക്ച്വൽസ് എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ചെലവായ തുകയാണല്ലോ. പണ്ട് PPE കിറ്റ് 500 രൂപയുടെ PPE കിറ്റ് നിങ്ങൾ 1500 രൂപയ്ക്ക് മേടിച്ച് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചിട്ടുള്ള പരാതി ഇപ്പോഴും നിലവിലുണ്ട്. അതേ നിലവാരത്തിലാണ് നിങ്ങൾ ഈ ആളുകൾക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് 6000 രൂപയുടെ കിറ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശവപ്പെട്ടി കുംഭകോണത്തെ കുറിച്ചായിരിക്കും BJPയുടെ ആ കാര്യമായിരിക്കും നിങ്ങൾ പറഞ്ഞത്, ശവപ്പെട്ടി വിറ്റ് കാശ് മേടിച്ചെന്ന്. അത് പറയുമ്പോൾ നിങ്ങളിപ്പോ ശവമടക്ക കുംഭകോണാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജയ്ക്ക് മറക്കരുത്. അയ്യോ, അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇവിടെ ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ 1 കോടി രൂപ ചെലവാക്കിയത്? LDFന്റെ പ്രതിനിധിക്ക് പറയാനുണ്ടോ? വോളണ്ടിയേഴ്സിനെ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് അവരെ കൊണ്ടുപോകുന്നതിന് വാഹന ചെലവായിട്ട് 4 കോടി രൂപ ചെലവഴിച്ചു. എത്ര വാഹനങ്ങൾ ഉപയോഗിച്ചു? എത്ര വോളണ്ടിയേഴ്സിനെ നിങ്ങൾ അങ്ങനെ വാഹനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ സംവിധാനത്തിൽ യാത്ര ചെയ്യിപ്പിച്ചു? പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പ്രത്യേകം അതിനെ ഓർത്ത് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞു കോവിഡിന്റെ സമയത്ത് പ്രളയത്തിന്റെ സമയത്ത് എയർലിഫ്റ്റിംഗ് നടത്തിയതിനും അരി തന്നതിനും ഒക്കെ കേന്ദ്ര സർക്കാർ പണം ഈടാക്കി. അത് തെറ്റാണെന്ന് പ്രതിപക്ഷം അന്ന് പറഞ്ഞിട്ടുണ്ട്. BJP സർക്കാരിന്റെ തെറ്റായ നിലപാടിന്റെ ഭാഗമാണ്. അത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് അവരുടെ ബാധ്യതയുടെ ഭാഗമാണ്. പക്ഷേ എന്നും പറഞ്ഞ് അവർ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്നോർത്ത് കള്ളക്കണക്ക് എഴുതി തട്ടിപ്പ് നടത്തുകയെന്നാണോ LDF സർക്കാർ വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് നീണ്ട കാലത്തേക്ക് ഇത് തുടരണം. എന്നാലാണല്ലോ കേരളത്തെ ഒരു പരുവമാക്കി കുട്ടിച്ചോറാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ടൈമിൽ വാദം തുടങ്ങുന്നത് തന്നെ പച്ചക്കള്ളത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. ആ വാചകം തന്നെ ഞാൻ ഇങ്ങനെ കടം കൊള്ളുക. ജയ്ക്ക് ഇത്ര നേരം നടത്തിയത് അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് 11 കോടി രൂപ വസ്ത്രത്തിന് ചെലവഴിച്ചു എന്ന് ആക്ച്വൽ കണക്ക് കാണിക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹം കളക്ട് ചെയ്ത വസ്ത്രങ്ങൾ അവിടേക്ക് ഇനി അയക്കേണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ അവിടെ അധികം വന്നിട്ടുള്ള വസ്ത്രങ്ങൾ അവിടെ ക്യാമ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് 26,000 രൂപയൊക്കെ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുന്നത്? കൈയിട്ട് അവൻ ഈ സിറ്റിൽ കൊട്ടാരം പോലത്തെ
ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. സാമാന്യ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം പറഞ്ഞു 75,000 രൂപയ്ക്ക് ഒരു ശവശരീരം സംസ്കരിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മണ്ണെടുക്കുന്നതിന്, ഭൂമി കിട്ടുന്നതിനെ കുറിച്ച്, ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കഥയൊന്നും പറയണ്ട, ഇത് ശുദ്ധ തട്ടിപ്പാണ്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടി എഴുതിയതാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ കണക്ക്. ഇനി നിങ്ങൾ കോടതിയിൽ കൊടുത്തതുകൊണ്ട്, ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കേന്ദ്ര സർക്കാരിനൊക്കെ അയച്ചതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ശരിയായ കണക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ CPM-ന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതല്ലേ. ഇനി ഇതല്ല വേറൊരു കണക്കുണ്ടെന്ന് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്ക് പ്രകാരം നിങ്ങൾ അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, കുറെ കൂട്ടി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്ന് വസ്തുതാപരമായിട്ട് നിരത്തി പറയണം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഫാക്ട് വെച്ച് പറയണം, അല്ലാതെ നിങ്ങൾ സാഹിത്യം വിളമ്പിയിട്ട് കാര്യമില്ല. ഇവിടെ ആളുകൾ മരിച്ചതിനെ കുറിച്ചിട്ട്, ദുരന്തം നേരിട്ടതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് സാഹിത്യം വിളമ്പിയിട്ട് എന്താ കാര്യം? ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ എന്തിന്റെ കുറവാണുള്ളതെന്ന് താങ്കൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റ കുറവേ ഉള്ളൂ, അത് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാ. ഈ ഒരു കുറവാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ കാര്യം മറുപടി പറയുമ്പോൾ എത്രത്തോളം മോശമായിട്ട്, എത്രത്തോളം ഇളിപ്പേരായിട്ടാണ് നിങ്ങൾ ഈ LDF-ന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മാറുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള, അത്യാവശ്യം റീസണിംഗ് കപ്പാസിറ്റി ഉള്ള ജനതയാണ് കേരളത്തിലെ. ആ ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കണക്കുകളാണ് ഹൈക്കോടതിയിൽ വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പട്ടാളം ഉണ്ടാക്കിയ ബെയിലി പാലത്തിന് അതിന് അനുബന്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ 1 കോടി ചെലവഴിക്കി. എന്താണ് നിങ്ങൾ ചെലവഴിച്ചത്? ജയിക്ക് അതിനൊരു മറുപടി പറയൂ. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ ചെലവഴിച്ച് അവിടെ ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനം എന്ത് നടത്തി? നിങ്ങൾക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടോ? സാഹിത്യം ഞങ്ങൾക്ക് കേൾക്കണ്ട, ഫാക്ട് വെച്ചിട്ട് ഒരു മറുപടി പറയൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ ഇടത് സൈബർ വിങ്ങുകളിൽ നിന്ന് മുഴുവൻ വരുന്ന വാദങ്ങൾ അദ്ദേഹം ഇവിടെ വന്നിരുന്ന് നമ്മളുടെ 1 മണിക്കൂർ കളയാൻ വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത് ക്വിസ് മത്സരമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കഥാപ്രസംഗ വേദിയല്ല എന്ന് കൂടിയുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനും കൂടി ഉണ്ടാവേണ്ടതാണ്. ഇവിടെ ആക്ച്വൽസിനെയും എസ്റ്റിമേറ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ തന്നെ എനിക്കൊരു സംശയം, ഞാനൊരു സാധാരണപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പക്ഷേ നിശ്ചയെങ്കിലും തിരിച്ചു ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനല്ലോ. പക്ഷേ ഈ കളവിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സർക്കാരായിരിക്കും പിണറായി സർക്കാർ. അതിലൊരു സംശയവും വേണ്ട. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. നിങ്ങൾ എത്ര ശരിക്കും കൊടുത്തു? വയനാട്ടിലെ ദുരിതം ബാധിക്കപ്പെട്ട ആളുകൾക്ക് എത്ര രൂപ ശരിക്കും കൊടുത്തു എന്ന് LDF-ന്റെ പ്രതിനിധിക്ക് പറയാനുണ്ടോ? ഈ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന താങ്കൾക്ക് പറയാനുണ്ടോ? എത്ര രൂപ വയനാട്ടിൽ നിങ്ങൾ ആക്ച്വലി ചെലവാക്കിയിട്ടുണ്ട്? ആക്ച്വലി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര രൂപ നിങ്ങൾ കേരളത്തിൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് കൊടുത്തു? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. വയനാട്ടിലുള്ള ആളുകൾക്ക് കൊടുത്തു, അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഇവിടെ നിങ്ങൾ പറഞ്ഞ ഏകശിലാ രൂപത്തിലുള്ള കണക്കുകളല്ല എന്ന്. ഏകശില ബെയിലി പാലത്തിന്റെ അടിയിൽ ഇട്ടതിനാണ് 1 കോടി രൂപ. ഇത് പിണറായിലെ പാറപ്പുറത്ത് നിന്ന് പിണറായി വിജയൻ വെട്ടിക്കൊണ്ടുവന്ന പാറയാണോ ബെയിലി പാലത്തിന്റെ അടിയിലിട്ടത്? നിങ്ങൾ ഇതിനൊക്കെ കണക്ക് വെക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ സാമാന്യ ബുദ്ധിയെ കൂടി ചോദ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് വേറെ വൈകാരിക പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. താങ്കൾ ഒരു വാദം പറഞ്ഞു, അത് അംഗീകരിക്കാം. ആന്ധ്രയിൽ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പൊള്ളിയില്ലെന്ന്. ആന്ധ്രയിലും കൊടുക്കണം, കേരളത്തിലും കൊടുക്കണം. സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ്. കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ നിലപാട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്ന് വെച്ച് കേരളത്തിലെ സർക്കാർ കള്ള കണക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും?